കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ബുക്കിന്റെ പേര് 0 to 1. പീറ്റർ തീൽ എഴുതിയ പുസ്തകമാണിത്. പുതിയ ഒരു മേഖലയിൽ ഇന്നോവേറ്റ് ചെയ്ത് പുതിയൊരു കാര്യം ബിൽഡപ്പ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ചുള്ളതാണ് ഈ പുസ്തകം. അല്ലാതെ ഫെമിലിയർ പാത്തി കൂടെ പോകുന്ന കമ്പനികളെ കുറിച്ചുള്ളതല്ല. അദ്ദേഹം പറഞ്ഞൊരു വളരെ രസകരമായ കാര്യമുണ്ട്. അടുത്ത ബിൽ ഗേറ്റ്സോ മാർക്ക് സുക്കൻബർഗോ ഒരിക്കലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റോ ഉണ്ടാക്കുകയില്ല. അവർ ടോട്ടലി ഡിഫറെൻറ്റ് മേഖലയിലായിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പീറ്റർ തീലിൻ്റെ ഈ ബുക്ക് നമ്മളെ ഒരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പീറ്റർ തീലിനെ കുറിച്ച് 2 വാക്ക് പറയാം. ചെസ് മാസ്റ്റർ ആയിരുന്നു, ഫേസ്ബുക്കിൽ ആദ്യ കാലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു, പേപ്പാളിൻ്റെ ഫൗണ്ടർ ആയിരുന്നു, ഈ ഡോക്ടറേറ്റ് ഓഫ് ലോ ആണ്. അദ്ദേഹം പേപ്പാൾ പിന്നെ eBayക്ക് $1.5 ബില്യൺ അതിൻ്റെ 35ാമത്തെ വയസ്സിൽ വിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മെൻറ്റർ ചെയ്ത ആളുകളാണ് പിൽക്കാലത്ത് യൂട്യൂബും യെൽപ്പും ലിങ്ക്ഡിനും എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 0 to 1 ആൻഡ് 1 to n, അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്രോഗ്രസ്. ഈ 1 to n എന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റൽ പ്രോഗ്രസ് ആണ്. ഇത് ഹൊറിസോണ്ടലാണ്. ഉദാഹരണത്തിന് വിൻഡോസ് ഓരോ വട്ടവും അപ്ഗ്രേഡ് ചെയ്യുന്നു, അത് ഹൊറിസോണ്ടൽ പ്രോഗ്രസ്. ഇൻക്രിമെൻ്റൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ആപ്പിൾ ഓരോ തവണയും അവരുടെ ഐഫോൺ ഗ്രേഡായിട്ട് മാറി വരുത്തുന്നു, അത് ഇൻക്രിമെൻ്റൽ പ്രോഗ്രസ് ആണ്, ഹൊറിസോണ്ടലാണ്. അടുത്തത് 0 to 1, അത് വെർട്ടിക്കൽ പ്രോഗ്രസ്സാണ്. ടോട്ടലി ഡിഫറെൻറ്റ് ഡൊമൈനിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആപ്പിൾ ആദ്യമായിട്ട് ഫോൺ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മൂണിൽ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാർസിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ചിന് ന്യൂറൽ ലിങ്ക്, അതായത് നമ്മുടെ തോട്ടും കമ്പ്യൂട്ടറും അവർ കണക്ട് ചെയ്തുകൊണ്ട് തോട്ട് വെച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്ന രീതി. അപ്പോൾ ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് മേഖലയാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്രോഗ്രസ്സാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അദ്ദേഹം പറയുന്നത് കോമ്പറ്റീഷൻ ഓൺലി ഫോർ ലൂസേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലയിലായിരിക്കണം സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൊണോപ്പൊളി ഒരു മേഖലയിൽ വരുമ്പോൾ ആ മേഖലയിൽ ഇന്നോവേഷൻ വരും. ഒരു മൊണോപ്പൊളി ഒരു പെർട്ടിക്കുലർ മേഖലയിൽ വരുന്നത് ആ പെർട്ടിക്കുലർ മേഖലയിൽ നിൽക്കുന്ന യുണീക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പം ആ മേഖലയിൽ ആ കമ്പനി മൊണോപ്പൊളി ആണ് എന്ന് വെച്ചാൽ ആ കമ്പനി ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ കോമ്പറ്റീഷൻ വരുമ്പോൾ സെയിൽസ് ഡിവൈഡ് ചെയ്യും, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് ഗൂഗിള് ലോകത്തിലെ മോസ്റ്റ് യൂസ്ഡ് സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ, നമുക്കറിയാം. അതുപോലെ ഫേസ്ബുക്ക് 2004 വരുമ്പോൾ അവിടെ ഓർക്കുട്ട് ഉണ്ട്, ഫ്രണ്ട്സ്റ്റർ ഉണ്ട്, മൈസ്പേസ് ഉണ്ട്. പക്ഷേ ഫേസ്ബുക്ക് ചെയ്തത് ആ എക്സിക്യൂഷനും ടൈമിങ്ങും അവർ കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഫേസ്ബുക്ക് ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അപ്പോൾ മൊണോപ്പൊളി വരുമ്പം 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൊപ്രൈറ്ററി ടെക്നോളജി ആയിരിക്കും. ഉദാഹരണത്തിന് ഗൂഗിളിൻ്റെ പേജ് റാങ്കിങ് അവർ പ്രൊപ്രൈറ്ററി ടെക്നോളജിയാണ്, വേറെ ആർക്കും ഇല്ല. അത് അത്ര എഫിഷ്യൻ്റായിട്ട് വേറെ ആർക്കും ഇല്ല. 2, നെറ്റ്വർക്ക് എഫക്റ്റ്. ആ സിസ്റ്റത്തിൻ്റെ യൂട്ടിലിറ്റി കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൂടുതൽ ആൾ പിന്നെയും ഉപയോഗിക്കും. എക്സാമ്പിൾ ഊബർ, കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നു. ആമസോൺ, ഇതെല്ലാം നെറ്റ്വർക്ക് എഫക്റ്റ് ഉള്ള മൊണോപ്പൊളിയാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാം നെറ്റ്വർക്ക് എഫക്റ്റ് ഉള്ള മൊണോപ്പൊളിയാണ്. ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ പേര് ഉപയോഗിക്കുന്നു. അതുപോലെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, 3ാമത്തെ കാര്യം എക്കണോമിക്സ് ഓഫ് സ്കെയിലാണ്. മൊണോപ്പൊളി ആകുമ്പോഴത്തേക്ക് അവർക്ക് പുതിയ കസ്റ്റമറിനെ കിട്ടാനും എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് വേണ്ടി ചിലവാക്കുന്ന തുകയും കുറഞ്ഞു വരും. ഉദാഹരണത്തിന് ആമസോണിന് ഒരു സാധനം പാക്ക് ചെയ്ത് അയക്കാൻ വളരെ കുറവ് റേറ്റേ വരത്തുള്ളൂ. മറിച്ച് വേറൊരു കമ്പനിക്കാണെങ്കിൽ വളരെ കൂടുതൽ റേറ്റ് ആയിരിക്കും ഒരു സാധനം പാക്ക് ചെയ്ത് തരാൻ. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. 4, ബ്രാൻഡിങ്. മൊണോപ്പൊളി വരുമ്പോൾ ബ്രാൻഡിങ് വരും. ഉദാഹരണത്തിന് ആപ്പിൾ, ഗ്ലോബലൈസേഷൻ വിത്ത് ടെക്നോളജി. ഗ്ലോബലൈസേഷൻ അല്ല ഇമ്പോർട്ടൻ്റ്, ടെക്നോളജിയാണ്. കാരണം നമ്മുടെ റിസോഴ്സസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ടെക്നോളജിയിൽ ഇന്നോവേഷനാണ്. അടുത്ത അദ്ദേഹം പറയുന്നത് കോൺട്രേറിങ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. ആ കോൺട്രേറിങ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ഗോ അഹെഡ് ബിക്കോസ് യു ഹാവ് എ വിഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന്
ഐഫോൺ വന്നപ്പോൾ അന്ന് വരെ ഫിസിക്കൽ കീബോർഡ് വേണം എന്ന് വിചാരിച്ചിരുന്നിടത്ത് ആണ് സ്റ്റീവ് ജോബ്സ് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. മൊബൈലിൽ തന്നെ എല്ലാം ഉണ്ട്. ദാറ്റ് ചേഞ്ച് ദ മാർക്കറ്റ്. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെ ചിന്തിക്കും എന്നതിനെക്കുറിച്ചും നമുക്കൊരു വിഷൻ വേണം. ഉദാഹരണത്തിന് എയർബിഎൻബി, ഒരു സ്ട്രേഞ്ച് പ്ലേസ് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നു. എയർബിഎൻബിയുടെ കൺസെപ്റ്റ്, ആ വീട്. അപ്പോൾ ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു വിഷൻ വേണം എന്നാണ് പീറ്റർ thiel പറഞ്ഞു തരുന്നത്. അതുപോലെ ഒരു ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഒരു മേഖല വരുമ്പോൾ റൈറ്റ് ടൈമിലല്ലെങ്കിൽ അത് പലപ്പോഴും ഫെയിലാവും. 2005-9 കാലങ്ങളിൽ ഗ്രീൻ ടെക് റെവല്യൂഷൻ വരുമ്പോൾ ബാറ്ററീസിൻ്റെ ടെക്നോളജി അത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഗ്രീൻ ടെക് റെവല്യൂഷൻ അത്രയും വിജയിച്ചില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞു തരുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ഇൻ എ സ്മോൾ നിഷ മാർക്കറ്റ്, അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് പോവുക. ഉദാഹരണത്തിന് ആമസോൺ, നമുക്കറിയാം ആദ്യമേ ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് സ്റ്റോർ ആയിട്ടാണ്. അതിൽ നിന്നാണ് ആമസോൺ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കോമ്പറ്റീറ്റേഴ്സിനെയും അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്കിനെയും. നിങ്ങളുടെ വിഷൻ എന്താണ് അതുപോലെ പോകാൻ ശ്രമിക്കുക. പിന്നെ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ പ്രോഡക്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് നമ്മൾ ഏറ്റവും നല്ല വാല്യൂവിൽ കൊടുക്കുവാൻ ശ്രമിക്കുക. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ശരിയല്ലെങ്കിൽ ഇറ്റ് വോണ്ട് വിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പീറ്റർ thiel പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, തിങ്ക് ഫോർ യുവർ സെൽഫ്, ഡോണ്ട് ഫോൾ ഇൻ ദ ട്രാപ്പ് ഓഫ് സൊസൈറ്റീസ് എക്സ്പെക്ടേഷൻ. നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് സൊസൈറ്റിയുടെ എക്സ്പെക്ഷനിൽ വീഴാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ട്രെൻഡ് അതേ കണക്കൊന്ന് പോകാതിരിക്കുക. നിങ്ങളുടെ വിഷൻ എന്താണ് അതേ കണക്ക് പോകാൻ ശ്രമിക്കുക. ഈ ചരിത്രത്തിൻ്റെ എല്ലാ ഇന്നോവേഷൻ ഉണ്ടായത് ആളുകൾ സ്റ്റാറ്റസ് കോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ വിഷന് പുറകെ പോയതുകൊണ്ട് മാത്രമാണ് എന്നാണ് പീറ്റർ thiel പറഞ്ഞു തരുന്നത്. ഒരു രസകരമായ ഒരു പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ട്രിഗർ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.